എത്ര ലോഡായി മാധവ മേനോനെ? 5. ഞാൻ വീട്ടിൽ പോയി ഒരു ചായ കുടിച്ചു വരാം. അപ്പോഴത്തേക്ക് ഒരു ലോഡ് ഇറക്കട്ടെ. ശരി. ഇന്നെന്താ പഠിത്തം ഇല്ലേ? എന്താ കാര്യം? ഞങ്ങൾക്കറിയാൻ പാടില്ല. സമരം ചെയ്യുന്നവർക്ക് എന്താണെന്ന് അറിയാൻ മേല. ചെല്ലിയല്ലേ, കച്ചവടമെങ്കിലും നടക്കട്ടെ. മോളെ, നോക്കൊന്ന് സമരമാണോ? എന്തിനാ സമരം? വീട്ടിൽ പോരാൻ. സന്തോഷം. ലക്ഷ്മി, ഒരു ചായ ഇട്. ഇനി ഇപ്പൊ എന്തിനാ ചായ കുടിക്കുന്നത്? ഊണ് കഴിക്കാം. ഒരു ലോഡ് ഇറക്കിയിട്ട് ഉണ്ണാവടി. നീ ചായ എടുക്ക്. അച്ഛാ, ഞങ്ങളെ പള്ളിക്കൂടത്തിലെ വാർഷികമാ. നിനക്കെന്താ? കളി ചേർന്ന കുട്ടിയോള് പേര് കൊടുക്കാൻ പറഞ്ഞു. ഞാനും ചേരട്ടെ അച്ഛാ? നീ ഏതാ ചേരുന്നേ? ഓട്ടത്തിന്. ചേർന്നു. പക്ഷെ ഒരു കാര്യം, 1ാം സമ്മാനം മേടിക്കണം. ഏറ്റു. എന്നോട് ഭാരം, എന്നോട് തോളിൽ ഏറിയതിൽ പിന്നെ എന്തൊരു നാശം. ഹൈലാങ്കോളി നിന്നോട് ഭാരം, എന്നോട് തോളിൽ ഏറിയതിൽ പിന്നെ. ചായക്ക് ചൂടൊക്കെ ഉണ്ടോടെ? പറഞ്ഞിട്ട് തന്നെ നോക്കട്ടെ. അല്ല വന്നേ, ചായ കുടിച്ചേ. ഒന്നിങ്ങനെ. മറ്റവന്മാർ രണ്ടുപേരും വലിയ കച്ചവടത്തിലാന്ന് തോന്നുന്നു. പള്ളിക്കൂടത്തിന്ന് വന്നപ്പോ തുടങ്ങിയതാ. നമ്മുടെ മക്കളല്ലേ ലക്ഷ്മി, അധ്വാനിക്കാൻ അവരെ വല്ലതും പഠിപ്പിക്കണോ? ചായക്ക് ചൂട് കുറവായിരുന്നല്ലോ. എന്നാ പൈസ? ഇനി വരുമ്പോഴേ നല്ല ചൂടായിട്ട് ചായ എടുത്തോണ്ടേ. നിന്റെ അമ്മയോടെ പറ്റേരി കൊള്ളാൻ പറ. അയ്യോ, നീ എന്തിനാണ് അയാളെ പിടിച്ച് തള്ളിയത്? നോക്കിക്കോ, ഞാൻ അമ്മയോട് ചെന്ന് പറയും. മേനൻ ചേട്ടാ, കോൺട്രാക്ടറേയും വിളിക്കുന്നു. മുതലാളി വന്നോ? ഞാൻ ദേ വരുന്നു. മോൾ ഇവിടെ നില്ലേ. ഇന്നത്തെ കൂലി കൊടുക്കാൻ എന്ത് വേണം? 500 രൂപ. ആ 700 രൂപയുണ്ട്. മാധവൻ വന്നോ? നമസ്കാരം മുതലാളി. കൂലി കൊടുത്തിട്ട് വൈകുന്നേരം കണക്ക് വെച്ചാൽ മതി. മാധവൻ വരണം. നാളെ അപ്രോച്ച് റോഡിന്റെ പണി തുടങ്ങണം. അതിന് നിന്റെ വീട് പൊളിച്ചു മാറ്റണം. വേറെ വീടിന്റെ കാര്യം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരോട് പറയാനാ? ഉണ്ടായിരുന്നെല്ലാം വിറ്റുപെറുക്കി വയനാട്ടിൽ പോയി. ഒടുവിൽ വെറും കൈയോടെ തിരിച്ചു വന്നപ്പോ മുതലാളുടെ ലോറി എനിക്ക് ജോലി തന്നു. പുറമ്പോക്ക് വീട് കെട്ടി താമസവുമായി 3 കൊല്ലം അങ്ങനെ കഴിഞ്ഞു. വേറെ വീടിന്റെ കാര്യമൊന്നും ഓർമ്മിച്ചില്ല. നിന്റെ വീട് പൊളിച്ചു മാറ്റാതെ എനിക്ക് പണി തുടങ്ങാൻ പറ്റില്ലെന്ന് നിനക്കറിയാമല്ലോ. അയ്യോ, എനിക്കതിന് തടസ്സമൊന്നുമില്ല മുതലാളി. നാളെ തന്നെ പരിഗണിച്ച് മാറ്റിയേക്കാം. പിന്നെ നീ എങ്ങോട്ട് പോകും? അധ്വാനിക്കാനുള്ള മനസ്സും ശരീരവും ഉണ്ട്. കാത്തുരക്ഷിക്കാൻ ഈശ്വരനും. പിന്നെ വരും പോലെ വരട്ടെ. അപ്രോച്ച് റോഡ് പണിയാനുള്ള സ്ഥലത്താണ് ഈ പെര വെച്ചിരിക്കുന്നത്. മാറിക്കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല ലക്ഷ്മി. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകും? നമ്മളെ 2 പേര് മാത്രമായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ചൊരു കാര്യമുണ്ടോ? വേറെ എവിടെയെങ്കിലും അന്വേഷിച്ച് നോക്കാം. മാധവ മേനോൻ? ആരാ അത്? ഞങ്ങളാ. ആഹാ, നമസ്കാരം. നിങ്ങളായിരുന്നോ? എന്താ ഈ രാത്രിയില്? ഈ വീട് പൊളിച്ചു മാറ്റണമെന്ന് കോൺട്രാക്ടർ പറഞ്ഞോ? പറഞ്ഞു. അപ്രോച്ച് റോഡ് പണിയാൻ വേണ്ടിയാ. പൊളിച്ചു മാറ്റണം. എന്തിന്? നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് വേണ്ടേ? എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന പോലെ അങ്ങ് ചെയ്തേച്ചാ മതി. പുര പൊളിച്ചു മാറ്റാൻ പറ്റില്ല. മാറ്റണമെന്ന് നിർബന്ധമാണെങ്കിൽ കോൺട്രാക്ട് 25,000 രൂപ തരട്ടെ. 25,000 രൂപയോ? എന്ത് കാര്യത്തിന്? പാലവും അപ്രോച്ച് റോഡും കൂടി ചേർത്താണ് അയാൾ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. എല്ലാ പണിയും പൂർത്തിയാകാതെ അയാൾക്ക് ബില്ല് മാറി കിട്ടില്ല. ഇപ്പൊ പിടിച്ച പറയുന്ന കാശ് കിട്ടും. അതെന്ത് ന്യായമാ? ഈ പുറമ്പൊക്കെ കൊണ്ടു പെര വെച്ചത് ഞാനാ. അലഞ്ഞു തിരിഞ്ഞു വന്ന എനിക്ക് അദ്ദേഹം ഒരു ഡ്രൈവർ ജോലിയും തന്നു. അതിനെന്താ പുര പൊളിച്ചു മാറ്റാനാ രൂപ ചോദിക്കുന്നത്? ഇല്ല, ഞാനൊരിക്കലും അത് ചോദിക്കില്ല. ചോദിച്ചില്ലെങ്കിൽ തന്നെ കൊണ്ട് ചോദിപ്പിക്കും ഞങ്ങൾ. ഇല്ലെങ്കിൽ ഈ നാട്ടിൽ കഴിയാമെന്ന് തങ്കരുതണ്ട. സംഘടിത ശക്തിക്കെതിരായി കരിങ്കാലിയായി കളയാമെന്നോ? പറപ്പിച്ചു കളയും ഞങ്ങൾ. ഇവിടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവനോടെ കഴിയണമെങ്കിൽ ഞങ്ങൾ പറയുന്നതനുസരിച്ചു. മാധവനും കുടുംബവും അലഞ്ഞു തിരിഞ്ഞാണ് ഇവിടെ വന്നത്. എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് ചാള് വീണ് അപേക്ഷിച്ചു. എനിക്ക് സഹതാപം തോന്നി. അതുകൊണ്ട് എന്റെ ലോറിയിൽ ഒരു ഡ്രൈവർ ഉദ്യോഗം കൊടുത്തു. പുറമ്പോക്കിൽ ഒരു പെര തള്ളി കൂട്ടാനുള്ള സൗകര്യവും കൊടുത്തു.
ഇപ്പൊ ആ പുര പൊളിച്ചു മാറ്റാൻ ഞാൻ രൂപ കൊടുക്കണമെന്ന് പറയുന്നത് ന്യായമാണോ? ന്യായമായാലും അന്യായമായാലും മാധവമേനോന്റെ പുര അവിടുന്ന് പൊളിച്ചു മാറ്റണമെങ്കിൽ 25,000 രൂപ അയക്ക് കൊടുക്കണം. 25,000 തുക മോശമല്ലല്ലോ. പക്ഷേ അതിന്റെ വകുപ്പൂടെ എന്നെ ഒന്ന് അറിയിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. അയാൾക്ക് വേറെ വീട് വേണ്ടേ? വീട് ആവശ്യമുള്ള ഒത്തിരി പേര് ഈ നാട്ടിലുണ്ട്. അവർക്കെല്ലാം 25,000 രൂപ വെച്ച് കൊടുക്കാൻ എനിക്കെന്താ ബാധ്യത? മാധവമേനോൻ ഞങ്ങളുടെ യൂണിയൻ കൊണ്ടുവന്ന് അപേക്ഷ വന്നു. അതനുസരിച്ചാണ് ഞങ്ങൾ ഇടപെട്ടിരിക്കുന്നത്. 25,000 രൂപ കൊടുത്ത് മര്യാദയ്ക്ക് ഈ ഏർപ്പാട് തീർക്കുന്നതാണ് നല്ലത്. ഒന്ന് ചോദിച്ചോട്ടെ, മാധവമേനോൻ അങ്ങനെ ഒരു അപേക്ഷ ഇവിടെ കൊണ്ടുവന്ന് തന്നോ? ഇല്ലെങ്കിൽ പിന്നെ ഈ പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല മുതലാളി, ഇവർ കള്ളം പറയാ. ഞാൻ അപേക്ഷ കൊടുത്തിട്ടില്ല. എനിക്കൊരു പൈസയും വേണ്ട. ഞാൻ ഇപ്പൊ തന്നെ പരിപാടി ഞാൻ തന്നേക്കാം. എടോ മേനോൻ, നിങ്ങൾ ഇങ്ങനെ പാട് നോക്കിയതാവേ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലേ പണം ചോദിച്ചു വാങ്ങിച്ചോണം. എന്നെ ഇതിനിടയ്ക്കൊന്നും വലിച്ചിടാൻ പറ്റില്ല. ഹ, ഞാൻ പോകുന്നു മുതലാളി. ഇനിയിപ്പോ 25,000 ആരെയാണാവോ ഏൽപ്പിക്കേണ്ടത്? കളിയാക്കണ്ട കേട്ടോ. അവനെ ഞങ്ങളൊരു പാഠം പഠിപ്പിക്കാതെ വിടില്ല. പാടോ. എടാ, നീ ആ മുതലാളിയുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ അവമാനിച്ചു അല്ലേ? ഇതിന് പകരം ചോദിക്കാൻ നിന്നെ ഞങ്ങൾ ഇവിടെ വിട്ടയക്കില്ല. നീ ഇവിടുന്ന് പോകുന്ന ഞങ്ങൾക്കൊന്ന് കാണണം. ആ നേതാവേ, മനുഷ്യനെ ഒന്ന് സ്വൈര്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഞങ്ങളെ കൊച്ചാക്കിയിട്ട് നീ അങ്ങനെ ജീവിക്കണ്ട. അനങ്ങി പോകരുത് ഇവിടുന്ന്. ഭയരപ്പാളികളെ, നീയൊക്കെ മാതാവിനെ പുളുത്തും. അയാൾ വല്ല അയ്യൊന്നും ചെയ്യുന്നോരാ. ഓടിക്കോ, വേണമേ. ആ കാല് മാറിയാലും വേണ്ടില്ല, ഓടിക്കോ. ഇനിയിപ്പോ അവന്മാർ നിന്നെ ഉപദ്രവിക്കാൻ വരില്ലടോ. മനുഷ്യനെ ജീവിക്കാൻ അനുവദിച്ചില്ല, പിന്നെ എന്ത് ചെയ്യും മുതലാളി? നീ ഇത്രയേറെ നന്ദിയും സ്നേഹമുള്ള ആളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള ആളുകൾ കുറവാണ്. 1000 രൂപയുണ്ട്. ഇതെന്തിനാ മുതലാളി? എവിടെയെങ്കിലും നിനക്കൊരു വീടുണ്ടാക്കണ്ടേ? അതിന് എന്റെ വക സംഭാവന. ക്ഷമിക്കണം മുതലാളി, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ ജോലി ചെയ്ത് സമ്പാദിക്കും. സംഭാവന സ്വീകരിച്ച് ശീലമില്ല. മുതലാളിക്ക് വിഷമം തോന്നരുത്. എങ്കിൽ ജോലിയിൽ ജീവിക്കാൻ മറ്റൊരു വഴി ഞാൻ പറയാം. എന്താ മുതലാളി? അപ്രോച്ച് റോഡിന്റെ പണി ഞാൻ സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഓടിക്കുന്ന എന്റെ ലോറിക്ക് ഇനി ഇവിടെ പണിയില്ല. ആ ലോറിയിൽ ഈ സാധനങ്ങളെല്ലാം കയറ്റി നീ എന്റെ നാട്ടിലേക്ക് പോകൂ. അവിടെ ചെന്നിട്ട് ഈ ലോറിയിൽ തന്നെ എനിക്ക് ജോലി ചെയ്യാം. ധാരാളം പണി കിട്ടും. എന്തു പറയുന്നു? ശരി മുതലാളി. കേറ് മോളെ. കേടാ. അങ്ങോട്ട് മാറിയരി.